വെൽക്കം ടു സൈലന്റ് ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അപ്പൊ കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തകൃതിയായിട്ടുള്ള പഠിത്തത്തിന്റെ സമയങ്ങളൊക്കെ ഏതാണ്ട് തീരാനായിട്ടുണ്ട്. നമ്മുടെ ഒരു സെക്കൻഡ് റൗണ്ട് റിവിഷൻ സ്റ്റേജിലോട്ട് ഒട്ടുമിക്ക എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഭൂരിഭാഗം കുട്ടികളും നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് PYQs കിട്ടുക, എങ്ങനെയാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക, അതിന്റെ ഒരു തെരച്ചിലായിരിക്കും ഭൂരിഭാഗം കുട്ടികളും. അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേഡറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഞാൻ സൈക്കോളജി ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വരിക, അല്ലെങ്കിൽ പെഡഗോജി ആയിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ, അതായത് ഈ ഒരു വീഡിയോ വരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് പെഡഗോജി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നമുക്ക് ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ ചോദ്യങ്ങൾ നല്ലപോലെ വായിക്കാം. നിങ്ങളിപ്പോ എല്ലാവരും ഭൂരിഭാഗം കുട്ടികളും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ റിവിഷനിലോട്ട് എത്തിയിട്ടുണ്ടാവും. ഒട്ടുമിക്ക എല്ലാ കോൺസെപ്റ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, ഒട്ടുമിക്ക എല്ലാ തിയറീസും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, ആളുകളുടെ പേരുകൾ ഉണ്ടായിരിക്കും. ഇതിനൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നല്ലപോലെ ക്വസ്റ്റ്യൻസ് വായിക്കാം. ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഏത് ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കാണ് കിട്ടാത്തത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നല്ല രീതിക്ക് നമ്മുടെ ഈ വരുന്ന കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്? നമ്മുടെ കേഡറ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് എടുത്തു നോക്കുമ്പോൾ അതിലാദ്യം നമ്മൾ കാണുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ്. എങ്ങനെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഇവിടെ തന്നിട്ടുള്ളതില് ഏതാണ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത്? ഡെവലപ്മെന്റ് ഈസ് ഓർഡർലി, ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ, ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ, ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. തന്നിട്ടുള്ളതില് ഏതാണ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത്? ഏതായിരിക്കും അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ്, അല്ലെ? നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യം ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതെന്താണ്, ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒരു നോളജ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ആൻസർ ഏതാണ്? ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെസിഫിക് ടു ജനറൽ എന്നുള്ള രീതിയിലാണ്. അത് തെറ്റായിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം ജനറൽ ടു സ്പെസിഫിക്, അല്ലെ? നേരെ തിരിച്ചാണ് വരുന്നത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കുഞ്ഞുമക്കൾ ആദ്യം പഠിക്കുന്നത്, പിന്നീടാണ് അവരെന്ത് പഠിക്കുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത്. ഫുഡ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവരവരെ രണ്ട് കൈകൊണ്ടും, അതല്ലെങ്കിൽ അവരവിടെ കിടന്നിട്ട് ഇരുന്നിട്ട് ചാടിയിട്ട് ഓടിയിട്ടൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പിന്നീട് കുറച്ച് നാള് കഴിഞ്ഞിട്ടായിരിക്കും വലത് കൈകൊണ്ട് ഏതൊക്കെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഫുഡ് കഴിക്കണം എന്നുള്ള കാര്യം അവർ പഠിക്കുക. അപ്പൊ ആദ്യം എല്ലാ കാര്യങ്ങളും ജനറൽ ആയിട്ടുള്ള രീതിയിലാണ് അവര് ചെയ്യുന്നത്. പിന്നീടാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള മസിൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ആക്ട് ചെയ്യാൻ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രിൻസിപ്പിൾ. ബാക്കിയുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവിടെ കറക്റ്റ് ആണ്, അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞു മക്കളുടെ ഡെവലപ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്, അല്ലെ? ആദ്യം പഠിക്കുന്ന കാര്യങ്ങള് ബേസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിന്റെ മുകളിലോട്ട് പഠിക്കുകയാണ് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു വെക്കാൻ പറ്റില്ല. ബേസ് ലെവലിൽ നിന്നുമാണ് അഡ്വാൻസിലോട്ട് പോകുന്നത്. അത് തന്നെയാണ് ഡെവലപ്മെന്റിലും സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which among the following is the suitable example for approach avoidance conflict? Which among the following is the suitable example for approach avoidance conflict? തന്നിട്ടുള്ളതിലെ ഏതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിന്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ? ഇവിടെ 3 തരത്തിലുള്ള മെന്റൽ കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെ? അപ്പൊ 3 തരത്തിലുള്ള മെന്റൽ കോൺഫ്ലിക്റ്റ്. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു വലിയ ഒരു യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പല പല തരത്തിലുള്ള ആഗ്രഹങ്ങള്, ആവശ്യങ്ങള്, ഇവ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം ചെയ്ത് ആരാണോ വിജയിക്കുന്നത് ആ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആവശ്യമാണ് നമ്മൾ ആദ്യം ചെയ്യാം. അപ്പൊ ഇവിടെ 3 തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേതാണ്? അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ഉണ്ട്,
അതുപോലെ തന്നെ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവിടെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ തമ്മിൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഒരു യുദ്ധം നടക്കുന്നു. അതില് പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം നമുക്ക് റിസീവ് ചെയ്യണം, പക്ഷെ ഒരെണ്ണം നമുക്ക് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ഇഷ്ടമില്ല കാര്യം, പക്ഷെ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ടൈപ്പാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. രണ്ടും എന്താണ്? നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. രണ്ടും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യണം. അത് ചൂസ് ചെയ്യാതെ നമുക്ക് വേറെ വഴിയില്ല. അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റിനുള്ള എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് വാച്ചിങ് ക്രിക്കറ്റ് ഇൻ TV. ബി, father will beat and teacher will punish if did not go to school for pretending stomachache. C, have to play computer game and watch cartoon. D, have to see the horrible online class of teacher and to go for playing football. ഇതിൽ ഏതാണ് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ട് വരുന്നത്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഹാവ് ടു സീ ദ ഹൊറിബിൾ ഓൺലൈൻ ക്ലാസ് ഓഫ് ടീച്ചർ ആൻഡ് ടു ഗോ ഫോർ പ്ലേയിങ് ഫുട്ബോൾ. ഒന്നെങ്കിൽ ടീച്ചറുടെ ഹൊറിബിൾ ആയിട്ടുള്ള ക്ലാസ് ഓൺലൈനിൽ ഇരുന്ന് കാണാം, അതല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പോയിട്ട് ഫുട്ബോൾ കളിക്കാം. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. ഒരെണ്ണം നമുക്ക് ഇഷ്ടമാണ്, ഒരെണ്ണം നമുക്ക് ഇഷ്ടമല്ല. സോ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? പ്ലേയിങ് ഫുട്ബോൾ അല്ലെ. ഫുട്ബോൾ കളിക്കാനായിട്ട് പോകുന്നു. ടീച്ചർ ഓൺലൈൻ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ അവോയ്ഡ് ചെയ്തു. ഫുട്ബോൾ കളിക്കാൻ പോകുക എന്നുള്ളത് നമ്മൾ റിസീവ് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇത്തരത്തില് കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത കുട്ടികൾ ഉണ്ടായിരിക്കും, ചെയ്യാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും. ഇനി ഈ വരുന്ന കേട്ടിട്ട് ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന കൂട്ടുകാരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്മാർട്ട് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ പണിയെടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കേട്ടിട്ട് കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ആയിട്ടുള്ള സിലബസ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല. നമുക്കുള്ള സമയം എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ലേണിംഗിന് വേണ്ടി മാറ്റിവെക്കണം. കാരണം കോർ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്ന കോൺസെപ്റ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അവസരം ടീം സൈലം ഇവിടെ ഒരുക്കുന്നുണ്ട്. കേട്ടറ്റ് നമ്മുടെ കാറ്റഗറി 1-നും 2-നും 3-ക്കും വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ കോർ ഏരിയാസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പൊ വളരെ കൃത്യമായിട്ട് ഇനിയുള്ള ദിവസം കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമ്മുടെ ടീം സൈലത്തിലോട്ട് പോന്നേക്കുക. നമ്മൾ എന്ത് ചെയ്താം? ഈ വരുന്ന കേട്ടറ്റ് നിങ്ങളെ ക്വാളിഫൈ ചെയ്യാം. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇവിടെ സെറ്റ് ആണ്. നമുക്ക് തുടരെ എന്ത് ചെയ്യാം? പല തരത്തിലുള്ള PYQs റിവൈസ് ചെയ്ത് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലീൻ ദ ക്ലാസ് റൂം ബൈ ഗേൾസ്. ലെറ്റ് ദ ബോയ്സ് അറേഞ്ച് ദ ബെഞ്ചസ് ആൻഡ് ഡെസ്കസ്. ക്ലാസ് ടീച്ചർ അനൗൺസ്ഡ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ടീച്ചർ ഇൻഡിക്കേറ്റ്. ഇവിടെ എന്താണ്? ടീച്ചറുടെ ഒരു അനൗൺസ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ എന്താണ് ടീച്ചർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലീൻ ദ ക്ലാസ് റൂം ബൈ ഗേൾസ് അല്ലെ. ഗേൾസ് ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എന്നും കൂടെ പറയുന്നുണ്ട്, ലെറ്റ് ദ ബോയ്സ് അറേഞ്ച് ദ ബെഞ്ചസ് ആൻഡ് ഡെസ്ക്സ്. ഗേൾസ് ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ആൺകുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? ക്ലാസ് റൂമിലെ ബെഞ്ചും ഡെസ്കും ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതാണ് ടീച്ചർ അനൗൺസ്മെന്റ്. അപ്പൊ ടീച്ചറുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റ് ആണ്? പെൺകുട്ടികള് ക്ലാസ് റൂം വൃത്തിയാക്കുക, ആൺകുട്ടികൾ എന്ത് ചെയ്യാം? ബെഞ്ചും ഡെസ്കും ഒക്കെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് കോൺസെപ്റ്റ് ആണ്? ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയാസ്, ജെൻഡർ ഐഡന്റിറ്റി. ഇവിടെ ഏത് കോൺസെപ്റ്റ് ആണ് വരുന്നത്? ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ആണ് അല്ലെ.
സൊസൈറ്റിയുടെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് ഗേൾസ് എന്ന് പറയുന്നത് എന്താണ്, ക്ലീനിങ് ജോലികൾ ചെയ്യേണ്ടവരാണ്. അപ്പൊ ഇവിടെ ബോയ്സിന്റെ ജോലി എന്താണ്, അവര് ഫിസിക്കലി ഭയങ്കര സ്ട്രെങ്തൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തിയുള്ള ഫിറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ആൺകുട്ടികൾ. സോ അവിടെ ബെഞ്ചും ഡെസ്കും പിടിച്ചിടുന്ന ജോലി ആർക്കുള്ളതാണ്, ആൺകുട്ടികൾക്കുള്ളതാണ്. അപ്പൊ പെൺകുട്ടികള് വീക്കും ആൺകുട്ടികൾ സ്ട്രോങ്ങും എന്നുള്ള സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻ, ഒരു ഓവർ ജനറലൈസേഷൻ, അതാണ് ഇവിടെ ടീച്ചർ പറയുന്നത്. അത്തരത്തിലുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The factor which does not directly influence the physical growth of a child is referred as. The factor which does not directly influence the physical growth of a child. ഇവിടെ തന്നിട്ടുള്ളതില് ഏതാണ് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഗ്രോത്തിന് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഫാക്ടർ? ജനറ്റിക്സ്, ന്യൂട്രീഷൻ, ഫാമിലി സൈസ്, മെച്ചുറേഷൻ. ഇവിടെ തന്നിട്ടുള്ളതില് ഏത് ഫാക്ടർ ആയിരിക്കും ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഗ്രോത്തിന് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാത്തത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, ഫാമിലി സൈസ്. ഫാമിലി സൈസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെന്തല്ല, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഒരു വീട്ടില് ഒരു 10 മക്കളുണ്ടെന്ന് വിചാരിക്കാം. 10 മക്കളുള്ള ഒരു വീട്, അച്ഛനും അമ്മയും സാധാരണ ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് ഈ 10 കുട്ടികൾക്കും അവർ എന്ത് ചെയ്യണം, ഫുഡ് മേടിച്ചു കൊടുക്കണം. അപ്പൊ ചിലപ്പോ ഈ 10 കുട്ടികൾക്കും ഒരേപോലെ പോഷകാഹാരം അല്ലെ, ന്യൂട്രീഷ്യസ് ഫുഡ് എത്തിക്കാനായിട്ട് ചിലപ്പോൾ പാരന്റ്സിന് പറ്റണമെന്നില്ല. അതേസമയം തന്നെ ഇതേ പാരന്റ്സിന് 1-2 മക്കള് മാത്രമാണ് ഉള്ളതെങ്കിൽ അവർക്ക് അവിടെ എന്ത് ചെയ്യാം, ഒന്നും കൂടി അധികം ന്യൂട്രീഷ്യസ് ഫുഡ് ഈ കുട്ടികൾക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു ഫാമിലിയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഗ്രോത്തിനെ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെയും എന്താണ്, ഒരാളുടെ ഫിസിക്കൽ ഗ്രോത്തിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ജനറ്റിക്സ് ആയിക്കോട്ടെ, ന്യൂട്രീഷൻ ആയിക്കോട്ടെ, മെച്ചുറേഷൻ, ഇതൊക്കെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു പിയാഷെ, the cognitive stage that refers 2 to 7 years is. According to Piaget, the cognitive stage that refers 2 to 7 years is. പിയാഷെയുടെ കൊഗ്നിറ്റീവ് സ്റ്റേജില് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ ഏത് സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്? പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി അല്ലെ, അതില് 2 to 7 years ആ ഒരു ഏജ് ലിമിറ്റിലുള്ള കുട്ടികൾ ഏത് സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്? പ്രീ ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ, സെൻസറി മോട്ടോർ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ. ഏത് സ്റ്റേജിലായിരിക്കും ഉൾപ്പെടുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അല്ലെ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങള് പിയാഷെയുടെ തിയറിയുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള സ്റ്റേജുകളുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാം. അപ്പൊ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് അല്ലെ. ഒരു കുട്ടി തന്റെ എൻവയോൺമെന്റിനെ മനസ്സിലാക്കുന്നത് സെൻസസിൽ കൂടെയാണ്. തൊടുക, കടിച്ചു നോക്കുക, കാണുക, ഇത്തരത്തിലുള്ള സെൻസ് ഓർഗൻസ് വഴി തന്റെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ബർത്ത് മുതല് ആദ്യത്തെ ഒരു 2 വർഷമാണ് കുട്ടികൾ ഈ ഒരു സ്റ്റേജിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത് വരുന്നതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. മൂന്നാമത്തെ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 7 വയസ്സ് മുതൽ ഒരു 11 വയസ്സ് വരെയാണ് ആ സ്റ്റേജ് വരുന്നത്. പിന്നെ വരുന്ന ഒരു സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, ആഫ്റ്റർ 11. ഓക്കെ, അപ്പൊ ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ലോജിക്കൽ തിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ റാഷണൽ റീസണിങ് ഒക്കെ നടത്താൻ കുട്ടിക്ക് സാധിക്കുന്നത്. ഹൈപ്പോതെറ്റിക് ഡിഡക്റ്റീവ് റീസണിങ് ഒക്കെ വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ എത്തുമ്പോഴാണ്. അപ്പൊ ഈ സ്റ്റേജുകളും ഓരോ സ്റ്റേജിലും കുട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം ഇൻ വിച്ച് persons with disabilities or persons with special care can learn in schools together with people who do not have special needs. ഇവിടെ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകതയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രത്യേകത?
persons with disabilities or persons with special care can learn in schools together with people who do not have special needs. സ്പെഷ്യൽ നീഡ്സ് ഒന്നുമില്ലാത്ത സാധാരണ കുട്ടികളുടെ കൂടെ ഇരുന്ന് ആര് പഠിക്കുകയാണ്? സ്പെഷ്യൽ നീഡ്സ് ഉള്ള അതല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ആ ഒരു സിസ്റ്റം ഇതിലെ ഏതാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ഏത് സിസ്റ്റത്തിലാണ് കുട്ടികൾ അവരുടെ എബിലിറ്റീസിനെ ബേസ് ചെയ്യാതെ എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത്? ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും സ്പെഷ്യൽ കെയർ കിട്ടേണ്ട കുട്ടികളും സ്പെഷ്യൽ കെയർ ഒന്നും വേണ്ടാത്ത സ്പെഷ്യൽ നീഡ്സ് ഒന്നും ഇല്ലാത്ത കുട്ടികളും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഏതാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെ. ഇവിടെ എബിലിറ്റീസ് കൂടിയവർക്കോ അല്ലെങ്കിൽ എബിലിറ്റീസ് കുറഞ്ഞവർക്കോ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു കോമൺ കരിക്കുലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കോമൺ ടീച്ചറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ലേൺ ചെയ്യുന്നത്. അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഓവിഡ് ഡക്രോളി ആണ്. ഒരു തവണ കേട്ടിട്ട് എക്സാമിന് അത് ചോദിച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യാ? ആ ആളുടെ പേരും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഓവിഡ് ഡക്രോളി. അദ്ദേഹമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the process by which children become functioning members of a society. The process by which children become functioning members of a society. ഏത് പ്രോസസ് വഴിയാണ് ആളുകൾ അതല്ലെങ്കിൽ കുട്ടികള് സൊസൈറ്റിയുടെ ഒരു ഫങ്ഷനിങ് മെമ്പേഴ്സ് ആയിട്ട് മാറുന്നത്? ആ പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? സൊസൈറ്റിയിലെ ഒരു ആക്റ്റീവ് അതല്ലെങ്കിൽ ഫങ്ഷനിങ് മെമ്പേഴ്സ് ആയിട്ട് കുട്ടികൾ മാറുന്നത് ഏത് പ്രോസസ് ആണ്? മെച്ചുറേഷൻ, സോഷ്യലൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ, മോഡേണൈസേഷൻ. സൊസൈറ്റിയുടെ ഒരു ആക്റ്റീവ് മെമ്പർ ആയിട്ട് മാറുക, നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ എനിമൽ ആയിട്ട് മാറുക, സോഷ്യൽ ബീയിങ് ആയിട്ട് മാറുക, സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, എംപതി കാണിക്കുക. അപ്പൊ ഇതൊക്കെ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് ഏത് പ്രോസസ് വഴിയാണ്? ഏത് പ്രോസസ് വഴിയാണ്? ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെ. സൊസൈറ്റിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, അഡോളസൻസ് റെഫേഴ്സ് ദ സ്റ്റേജ്. നമ്മുടെ എറിക്സണിന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യം വരുന്ന ഒരു കാറ്റഗറിയാണ് അഡോളസൻസിനെ പറ്റിയിട്ട്. കാരണം അഡോളസൻസ് പീരിയഡിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കേത്രിക്കാർക്ക് ക്വസ്റ്റ്യൻസ് വരും. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അഡോളസൻസ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികള് എറിക്സണിന്റെ തിയറിയിലെ ഏത് സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ഇവിടെ ഏത് സ്റ്റേജിലാണ് ഉൾപ്പെടുന്നത്? അഡോളസൻസ് ഉൾപ്പെടുന്നത് ഏത് സ്റ്റേജിലാണ്? ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അല്ലെ. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എറിക്സൺ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അഡോളസൻസ് പീരീഡിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? അവരവരുടെ ഐഡന്റിറ്റിനെ പറ്റിയിട്ട് കൂടുതൽ കൺസേൺ ആകുന്നത്, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾ നോക്കുന്നതും അഡോളസൻസ് പീരീഡിലാണ്. അപ്പൊ സ്വന്തമായിട്ട് എന്റെ ഐഡന്റിറ്റി, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു റോള് ഉണ്ട് അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി ഇന്നതാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഐഡന്റിറ്റി ക്രിയേഷൻ. അതേസമയം തന്നെ ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും എന്തിനു സാധിക്കില്ല? അഡോളസൻസ് പീരീഡിൽ തന്നെ അവരുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതെന്താണ്? അതൊരു ക്രൈസിസ് സ്റ്റേജിലോട്ട് പോകും. ദാറ്റ് ഈസ് റോൾ കൺഫ്യൂഷൻ. ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളതാണ് അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികളുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളതും എറിക്സണിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോ കേട്ടിട്ട് എക്സാമിന് വരുന്ന സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള, അതല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ എക്സാമിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും? ആൻസർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. പുതുതായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ഇച്ചിരി പരിചയക്കുറവുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യുക? ഇതുപോലുള്ള
റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ കൂടുതലും വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സൈക്കോളജിയുടെ കോർ ഏരിയാസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദ്യങ്ങൾ ഈ രൂപത്തിലാവില്ല, കുറച്ചും കൂടി അപ്ലിക്കേഷൻ ലെവൽ വരുമെന്ന് മാത്രം. കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തുള്ള ചോദ്യങ്ങളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ റീഡിങ്ങിൽ ചിലപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല, സ്വാഭാവികം അല്ലെ. നമ്മൾ ആരും എന്തല്ല അമാനുഷിക കഴിവുകളുള്ള ആളുകളല്ല, സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ ആദ്യത്തെ വായനയിൽ കിട്ടുന്ന ഒരു ആൻസർ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് റീഡിങ്ങിലോ തേർഡ് റീഡിങ്ങിലോ നമുക്ക് കിട്ടാം. ആദ്യം വായിച്ച അപ്പൊ തന്നെ ഉത്തരങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ഒരു സെക്കൻഡ് റീഡിങ് അല്ലെങ്കിൽ തേർഡ് റീഡിങ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളുടെ ഉത്തരങ്ങൾ ബബിൾ ചെയ്യാം. പേപ്പർ പെൻ എക്സാം ആണല്ലോ, ഒരു തവണ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി നമുക്ക് അടുത്തത് കൊണ്ടുപോയിട്ട് കുത്താൻ പറ്റില്ല. സോ ഭയങ്കര കെയർഫുൾ ആയിട്ട് കൂൾ ആയിട്ടിരുന്ന് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുപോലെ PYQs വർക്ക്ഔട്ട് ചെയ്യുക. എക്സാം ഹാളിൽ പോയിരുന്നു ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കും. ആ സമയത്തെ എഫക്റ്റീവ് ആയ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഏതെങ്കിലും ഭാഗങ്ങൾ ഇപ്പൊ സൈക്കോളജി അല്ലെങ്കിൽ പെഡഗോജി ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് കൊടുക്കാം. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ആ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. താങ്ക് യു.